ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. ഇന്നത്തെ വീഡിയോ ദുബായ് ഡേ 2 വീഡിയോ ആണ്. അപ്പം ഞാനിന്ന് ഇത് കൊണ്ടും രാവിലെ എണീറ്റു. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അതിനകത്ത് മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഫ്ലാറ്റിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം മീൻസ് പാത്രങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് വെക്കേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. അപ്പം ഇതൊരു 8 മണി ആ വ്യൂ ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്ത് സിറ്റ് ഔട്ടൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ആ ഒരു വ്യൂ ആണ് കാണുന്നത്. ഈ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഫോറിനേഴ്സൊക്കെയാണ്. അപ്പോൾ അവരിടയ്ക്ക് വന്ന് അവിടെ നിന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അബുദാബിയിലെ ബാബ്സ് ടെമ്പിൾ വിസിറ്റും നൈറ്റ് ജുമേറ ബീച്ചിൽ പോയതുമാണ്. അപ്പം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നിധിക്കുട്ടനും മാമിക്കുട്ടനും ഒക്കെ അവിടെ കളിക്കുകയാണ്. അപ്പോൾ വാവ അതിനിടയ്ക്ക് മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഒരു 10 മണിയൊക്കെ ആ റേഞ്ചിനൊക്കെ ഇറങ്ങി. കാരണം ദുബായിൽ നിന്ന് അങ്ങോട്ടത്തേക്ക് പോകാനായിട്ട് കുറച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഒരു 1 അവർ, ഓൾമോസ്റ്റ് 1 അവറിൻ്റെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 1 വീക്കിനത്തേക്ക് വേണ്ടിയിട്ട് ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അബുദാബിയിലോട്ട് പോകുന്ന വേയിലുള്ള ആ വ്യൂ ഒക്കെ. അങ്ങനെ പിള്ളേരൊക്കെ വണ്ടിയിലിരുന്നിട്ട് കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നേരത്തെ നമ്മുടെ പാസ്പോർട്ടൊക്കെ വെച്ചിട്ട് ടിക്കറ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അവിടെയും ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ എത്തി. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ ഇവിടത്തെ പോലെ ഒന്നുമല്ല. ഒരു പൊടി പോലും കാണാൻ പറ്റാത്ത അങ്ങനത്തെ നീറ്റായി. അങ്ങനത്തെ ഒരു ടെമ്പിളൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്തുള്ള വർക്ക് എല്ലാം മാർബിളിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത്. പുറത്ത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, പക്ഷേ അകത്ത് പോയിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ പുറത്തൊരു വ്യൂ. അങ്ങനത്തെ ഒരു വ്യൂ ഫുൾ വരുന്ന ഇതാണ്. ഒത്തിരി മീൻസ് നമുക്ക് കാണുമ്പോൾ ഒരു ടെമ്പിളായിട്ടല്ല തോന്നുന്നത്, അങ്ങനത്തെ ഇതാണ്. അപ്പം മലയാളീസും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് മലയാളീസിനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇവർ മലയാളീസ് ആണെന്ന്. അപ്പം ഇതാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഇതാണ് ഷൂ ഒക്കെ വെക്കുന്ന പ്ലേസ്. ഷൂ വെക്കാനും അത് ടച്ച് ചെയ്തതുകൊണ്ട് കൈ വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു പ്രസാദം പോലെ കിട്ടിയത് ഇതാണ്. ഇതെന്തോ നമ്മുടെ റൈസ് കഞ്ഞി പോലെ എന്തോ ഒരു ഐറ്റമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചു. ഒരു ഉച്ച 2 മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും വിശന്നത് കൊണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അമ്മയും അച്ഛനും ഏട്ടനും അമ്പും എല്ലാം റൈസ് ഊണാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവിടെയും കൂടുതലും മലയാളീസ് തന്നെയാണ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ മലയാളത്തിൽ സംസാരിക്കും. പിന്നെ നമ്മൾ ചിലർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മലയാളി അല്ലേ, പക്ഷെ അവരൊക്കെ സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. അപ്പോൾ ഇത് നൈറ്റിൽ ഞങ്ങൾ പോയത് ജുമേറ ബീച്ചിലോട്ടാണ്. രാത്രിയായപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിധിക്കുട്ടനെ ബീച്ചിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി. ഈ ബാമിക്കുട്ടനെ താഴെ ഇറക്കിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനത്തെ ഓട്ടമാണ്. അപ്പോൾ അവിടെയൊക്കെ സൈക്ലിംഗ് അങ്ങനത്തതൊക്കെ ആൾക്കാർ, വലുതായാലും കുഞ്ഞായാലും എല്ലാവരും അങ്ങനത്തെ. കൂടുതലും അവിടെ ഈ ബൈക്കൊക്കെ അവിടെ കുറവാണ്. കൂടുതലും കാറൊക്കെയാണ്. കൂടുതലും അല്ല, കാറാണ് കൂടുതലും. ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടാക്സിയാണ് നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ നീ ചോക്ലേറ്റ് സ്ട്രോബെറി മിക്സ് അവിടെ നിന്ന് വാങ്ങി നിധിക്കുട്ടൻ കഴിച്ചു. എല്ലാവരും കഴിച്ചു, പക്ഷെ നിധിക്കുട്ടന് സ്ട്രോബെറി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വോമിറ്റിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഡേ 2 പോയ 2 പ്ലേസസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പം ഞാനിനി കുറച്ച് ഫോട്ടോസും കൂടി കാണിക്കാം.